കോഴിക്കോടും കണ്ണൂരിലും BLO ആള് മാറി വോട്ട് ചെയ്യിച്ചെന്ന് പരാതി. കോഴിക്കോട് പെരുവയലിൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായ BLO 91കാരിയുടെ വോട്ട് 80കാരിയെ കൊണ്ട് ചെയ്യിച്ചെന്ന് LDF പരാതി നൽകി. കണ്ണൂരിൽ ആൾമാറാട്ടം നടത്തി വോട്ട് രേഖപ്പെടുത്തിയെന്ന പരാതിയിൽ BLOയ്ക്കും പോളിംഗ് ഓഫീസർക്കുമെതിരെ പോലീസ് കേസെടുത്തു. വടകരയിൽ ഇരട്ട വോട്ട് ആരോപണവുമായി LDFും കോൺഗ്രസും രംഗത്ത്. കോഴിക്കോട് പെരുവയൽ 84-ാം ബൂത്തിൽ വീട്ടിൽ വോട്ട് ചെയ്യാൻ അപേക്ഷ നൽകിയത് 91കാരി പായംപുറത്ത് ജാനകിയമ്മ. വോട്ട് ചെയ്തത് ലിസ്റ്റിൽ പോലുമില്ലാത്ത കോടശ്ശേരി ജാനകിയമ്മ. അങ്ങനെ പറ്റിപ്പോവുക. ഓളക്കാട്ടിലും 10 വയസ്സിന് മുമ്പ് ഞാനാ. അപ്പോൾ ഓളും ഞാനും പാടിയായിട്ടുള്ള കുറച്ചേരി ജാനകിയമ്മയും പായപ്പുറത്തെ ജാനകിയമ്മയും പാടിയായിട്ട് തെറ്റിപ്പോവില്ലല്ലോ. അപ്പം വേറൊരാൾക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ വോട്ട് ഞാൻ തന്നെ ചെയ്യണ്ടേ. ആള് മാറിയ കാര്യം LDFന്റെ ബൂത്ത് ഏജന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കോൺഗ്രസ് പ്രവർത്തകനായ BLO നിർബന്ധിച്ച് കോടശ്ശേരി ജാനകിയമ്മയും കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചെന്നാണ് LDF പരാതി. ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു, ഇത് തെറ്റാണ്, ഞങ്ങൾ പരാതിയായിട്ട് പോകും എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അവരോട് പറഞ്ഞാൽ, എന്നിട്ടും അവരത് ചെവിക്കൊള്ളാതെ അത് പണിയെടുക്കുക ചെയ്ത്. അതുകൊണ്ട് ഇപ്പം അമ്മയ്ക്കും വലിയ പ്രയാസം. കാരണം ഇനിയിപ്പോൾ ഒരു വോട്ട് ചെയ്യാനുള്ള ബാല്യമുണ്ടോയെന്നാണ് അമ്മ ചോദിച്ചത്. തനിക്കൊന്നും അറിയില്ലെന്ന് വോട്ട് ചെയ്ത ജാനകിയമ്മയും പറഞ്ഞു. നടക്കാൻ വയ്യാന്ന് പറഞ്ഞു ഞാൻ. അന്നപ്പോ വോട്ട് പറഞ്ഞു ഞാൻ ഇവിടെ വന്നു, അത്രയേ ഉള്ളൂ. മക്കളോട് അപേക്ഷ വല്ലതും കൊടുത്തായിരുന്നോ വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി? ഞാൻ ഒന്നും കൊടുത്തില്ല. കണ്ണൂർ കീഴ്ത്തള്ളിയിൽ 86കാരി K കമലാക്ഷിയുടെ വോട്ട് പട്ടികയിൽ പേരില്ലാത്ത കൃഷ്ണകൃപയിൽ V കമലാക്ഷിയെ കൊണ്ട് BLO ചെയ്യിപ്പിച്ചു എന്ന പരാതിയിൽ പോളിംഗ് ഓഫീസർ ജോസ്ന ജോസഫ്, BLO K ഗീത എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇരുവരെയും കളക്ടർ സസ്പെൻഡ് ചെയ്തിരുന്നു. വടകര മണ്ഡലത്തിലെ കുറ്റ്യാടി 137-ാം നമ്പർ ബൂത്തിലെ 11 വോട്ടർമാർക്ക് 138-ാം നമ്പർ ബൂത്തിലും വോട്ടുണ്ടെന്ന് കോൺഗ്രസ് പറയുന്നു. നാദാപുരം 81-ാം ബൂത്തിലെ 7 വോട്ടർമാരുടെ പേര് 84-ാം ബൂത്തിനും ചേർത്തെന്ന് LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മീഡിയ 1.